ഹായ്, കിച്ചൺ വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു 4 മണി പലഹാരം ഉണ്ടാക്കി നോക്കിയാലോ? നമുക്കിന്ന് അടിപൊളി ഒരു ഇലയുടെ ഉണ്ടാക്കി നോക്കാം. നമുക്കാദ്യം തന്നെ 2 അണി വെല്ലം എടുത്തിട്ട് വെല്ലം നമുക്ക് ഒരു പാത്രത്തിലോട്ട് ചുരണ്ടിയിടാം. വെല്ലവും തേങ്ങയും വെച്ചിട്ടാണ് നമ്മൾ ഇലയുടെ ഉണ്ടാക്കുന്നത് കേട്ടോ. എന്താ വെല്ലം ഏകദേശം ചുരണ്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിലോട്ട് നമ്മൾ 1 കപ്പ് തേങ്ങ ചിരകിയതുണ്ട്. തേങ്ങ ചിരകിയത് ഒരു 6 ഡേറ്റ്സ് ചെറുതായി കട്ട് ചെയ്തതുകൊണ്ട്. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളൊരു വലിയ ബോൾ എടുക്കുക. ആ ബോളിലേക്ക് ഗോതമ്പ് പൊടി ഇടുക. ഗോതമ്പ് പൊടി ഒരു 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ചെറിയ കപ്പിന് 2 കപ്പ്. പിന്നെ ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ചേർക്കുക. പിന്നെ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടത് കുഴച്ചെടുക്കുക. നന്നായി കുഴച്ചെടുക്കുമ്പോൾ നന്നായിട്ടത് കുഴച്ചുകൊണ്ടിരിക്കണേ, അല്ലെങ്കിൽ പിന്നെ നമുക്കത് ചെറിയ തരിതരി പോലെ കട്ട പോലെ ഉണ്ടാവും. അതിലോട്ട് ഒന്നിച്ച് വെള്ളം ഒഴിക്കാൻ പാടില്ല. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്തായാലും അത് വെള്ളം തികത്തില്ല, അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുക. അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഇലയുടെ പാകത്തിൽ ഇതുപോലെ നല്ല നമുക്കത് എടുത്താൽ നിന്ന് വേർതിരിഞ്ഞ് കിട്ടണം. അതുപോലെ നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, നല്ല ചപ്പാത്തിയുടെ കുഴയേക്കാളും കുറച്ചും കൂടെ വെള്ളം കൂടുതലിട്ടിട്ട് നമ്മൾ കുഴച്ച് വെക്കും. നമുക്കൊരു അടച്ച് വെക്കാതെ. പിന്നെ അതിനുശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്കൊരു പാൻ ചൂടാക്കി അതിലോട്ട് 1 സ്പൂൺ നെയ്യ് ഇടുക. പിന്നെ നെയ്യൊന്ന് ചൂടായി വരുന്നുണ്ട്. നല്ല ചൂടായി വന്ന ശേഷം നമുക്ക് അതിലും കൂടെ ഒന്ന് ഇളക്കി അത് പാനിൽ ഫുള്ള് നമുക്കൊന്ന് ആ ഒരു നെയ്യാക്കാം. പിന്നെ അതിലോട്ട് നമ്മൾ ചിരകി വെച്ച 1 കപ്പ് തേങ്ങ ഇടുക. തേങ്ങ ഇട്ട ശേഷം നമുക്കതുപോലെ അത് നന്നായിട്ട് ഇളക്കണം. തേങ്ങയും വെല്ലവും ഡേറ്റ്സും കൂടെ ഈത്തപ്പഴവും കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയും വെല്ലം അതിലോട്ട് വെല്ലവും ചേർത്തു, തേങ്ങയും ചേർത്തു. ഇനി നമുക്ക് ഡേറ്റ്സ് ലാസ്റ്റ് മാത്രമേ ചേർക്കണ്ടേ. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്താൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ തേങ്ങയും വെല്ലം കൂടെ എല്ലാം കൂടെ വെല്ലം നല്ലൊന്ന് സെറ്റായിട്ട് വരും. നമ്മൾ വെല്ലം പാവ് കാച്ചെന്നൊക്കെയില്ലേ, പാവ് കാച്ചണ്ട, അതിന് പകരം തേങ്ങ ഇത് കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. നമുക്ക് ചെറിയ ചൂടിൽ വെച്ച് മിക്സ് ചെയ്യാം. ഒരുപാട് ചൂട് കൂടുതലാണെങ്കിൽ നമുക്ക് സൈഡിലൊക്കെ അത് പിടിക്കും. അതുകൊണ്ട് നമുക്ക് ചെറിയതാണ്. ഇപ്പോൾ എല്ലാം അത് സെറ്റായി വന്നിട്ടുണ്ട്, നന്നായിട്ടില്ലേ. ഇത് തേങ്ങയും വെല്ലം വേറെ ഒന്നുമില്ല, നല്ല ഒരുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ആ ഡേറ്റ്സ് നമ്മൾ ചെറിയ കഷ്ണാക്കി വെച്ച ആ ഡേറ്റ്സ് ജസ്റ്റ് ഒന്ന് അതിലേക്ക് ഇട്ട ശേഷം ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഗ്യാസാണ് അത് ഓഫ് ചെയ്യുക. ഇൻഡക്ഷൻ കുക്കറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇൻഡക്ഷൻ കുക്കറാണ്, നമുക്ക് എന്നിട്ട് ഓഫ് ചെയ്തിട്ട് തന്നെ വെക്കാം. അതിൻ്റെ ജസ്റ്റ് ഒരു ചൂടിൽ തന്നെ അതായിക്കോളും. ഇതാ കണ്ടല്ലേ, ഇപ്പോൾ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കെന്താ വെച്ചാൽ നമ്മൾ കുഴച്ച് വെച്ച ഗോതമ്പ് മാവ്, നമുക്ക് ഓരോ ഇല എടുത്തിട്ട് ഇലയിലോട്ട് നമുക്കിത് ഇതുപോലെ പരത്തി വെക്കാം. നമ്മൾ വാഴയിലയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ വാഴയിലോട്ട് വെച്ച് നമ്മളിങ്ങനെ പരത്തുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കതിൻ്റെ മാവ് നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ചെറിയൊരു പ്ലേറ്റ് എടുത്ത് അതിലൊരു വെള്ളം എടുത്ത് വെക്കുക. ആ വെള്ളത്തിൽ ഇടയ്ക്കൊന്ന് കൈ മുക്കിയിട്ട് നമ്മൾ പിന്നെ ഇതുപോലെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പോൾ നമ്മളിവിടെ ഇലയിലും നമ്മളെ മാവൊന്നും നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. മാവ് ഇലയിൽ പരത്തിയ ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച വെല്ലം, തേങ്ങ ഇതൊക്കെ വെച്ചിട്ട് നല്ല ഫുള്ള് നമ്മൾ അതിൽ എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ നമ്മളത് ചേർക്കണം. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ നമുക്ക് ഇതാക്കി കൊടുത്താൽ നല്ല കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. എൻ്റെ മോനൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആരെങ്കിലും ഗസ്റ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അതുപോലെ ഇതിൽ ഈ തേങ്ങയും വെല്ലം ഇതുപോലെ നമ്മൾ പാനിൽ ചൂടാക്കണം എന്നില്ല, ജസ്റ്റ് ചുരണ്ടി വെച്ചാലും മതി. എന്നിട്ട് നമുക്കത് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്താലും മതി. പിന്നെ അതിലോട്ട് നമുക്ക് ഏലക്കപ്പൊടിയും ചേർക്കാം കേട്ടോ. ഞാൻ ചേർത്തിട്ടില്ല, പക്ഷെ നമുക്കത് ഏലക്കപ്പൊടിയും കൂടി ചേർക്കാം. പിന്നെ നമുക്കൊരു ആവിച്ചെമ്പ് വെക്കും. പിന്നെ ആവിച്ചെമ്പ് ചൂടായ ശേഷം നമുക്ക് പരത്തി വെച്ച ഓരോ ഇലയുടെ നമുക്കതിലോട്ട് വെക്കാം. എന്നിട്ട് നമുക്കത് അടച്ച് വെക്കാം കേട്ടോ. അടച്ച് വെച്ചിട്ട് നമുക്കൊരു ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 15 മിനിറ്റ് ആകുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അത് ഇലയിൽ നിന്ന് ഇളകി വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വെന്ത് കിട്ടിയെന്നാണ് അതിനർത്ഥം. അതായത് നമുക്കത് ഇലയിൽ നിന്ന് നല്ല വറുത്ത് ഇളകുന്നുണ്ട്. നല്ല അടിപൊളി ഇലയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണേ. എൻ്റെ ചാനൽ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക്